ഉച്ചയ്ക്ക് എന്താ തയ്യാറാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് വിചാരിച്ചേ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന എന്തെങ്കിലും ഒരു റെസിപ്പി മതി. അങ്ങനെയാണെങ്കിൽ ബിരിയാണി ആയാലോ. ബിരിയാണി എന്ന് പറയുമ്പോഴേ തോന്നും അയ്യോ അത് ഭയങ്കര പാടല്ലേന്ന്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ഞൊടിയിടയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ മുട്ട ബിരിയാണി. സ്പെഷ്യൽ എന്ന് പറയാൻ കുക്കർ മുട്ട ബിരിയാണി. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് നമ്മൾ ഒരു കുക്കർ അടപ്പേ വെച്ചതിന് ശേഷം നെയ്യും വെളിച്ചെണ്ണയും ഒരുപോലെ മിക്സ് ചേർത്ത് അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ ഒരു സവാളയാണ് ഞാൻ എടുത്തത്. കനം കുറഞ്ഞരിഞ്ഞ സവാള ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചതും കൂടെ ചേർത്ത് ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നല്ല രീതിയിൽ വരട്ടിയെടുക്കാം. നല്ല രീതിയിൽ തക്കാളി നന്നായിട്ട് ഉടയുന്നത് വരെ നല്ല രീതിയിൽ വരട്ടിയെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർക്കാം. അതിനായിട്ട് ആദ്യം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി. ഇനി മുട്ടയാവതും നമുക്ക് ചിക്കനും ബീഫും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഞാൻ മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. അവരവരുടെ എരിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എനിക്ക് ഇവിടത്തേക്ക് ആവശ്യമായ എരിയാണ് ചേർത്തത്. നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കുക. അത് നന്നായിട്ട് വീണ്ടും അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മുട്ട ഇതിലേക്ക് ചേർക്കാം. പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർക്കാം. ഞാൻ 5 മുട്ടയാണ് പുഴുങ്ങിയത് ഇതിലേക്ക് ചേർത്തത്. പുഴുങ്ങിയപ്പം 1-2 മുട്ടയിൽ ചെറുതായിട്ട് പൊട്ടലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇളക്കിയപ്പം അതങ്ങ് സ്പ്ലിറ്റ് ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഒരുപാടിട്ട് ഇളക്കി ഉടച്ച് കളയണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരി ചേർക്കാം. ഞാൻ ചേർക്കുന്നത് ബസുമതി റൈസാണ്. ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസുമതി റൈസ് നമുക്ക് ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് മുട്ടയുമായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാമേ. വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഇനി ഞാൻ നേരത്തെ സവാള ചെറുതായിട്ട് എണ്ണയിലും നെയ്യിലും വറുത്ത് വെച്ചതുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. അന്നേരത്തേനും ഒരു വല്ലാത്ത ടേസ്റ്റാണ്. അത് വേവിച്ചെടുക്കുമ്പോൾ അറിയാം നമുക്ക് അതിൻ്റെ ഒരു രുചി വ്യത്യാസം തന്നെ. അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത്രയും നേരം ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അവരുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇനി ഓൾ സ്പൈസസ് ചേർക്കുക. അറിയാമല്ലോ എന്തൊക്കെ സ്പൈസസാണ് ചേർക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാനത് പ്രത്യേകം പറയുന്നില്ല. ഓൾ സ്പൈസസ് ചേർക്കുക. ഇനി നല്ല മല്ലിയില ഇല്ലാത്ത എന്ത് ബിരിയാണിയല്ലേ. മല്ലിയിലയും ചേർത്ത് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ്, അവസാനമായിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കും. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ തൈര് ചേർത്തിട്ടുണ്ട്. അതിന് വീഡിയോ ഇതിനകത്ത് വന്നില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ തൈരും കൂടെ ചേർക്കണേ. നമ്മൾ മുട്ടയൊക്കെ ഉള്ളി വരട്ടുന്ന സമയത്ത് തൈരും കൂടെ ചേർക്കുക. ഒരു വിസിലടിച്ച് അതിൻ്റെ ആ എയറൊന്ന് പോയി കഴിയുമ്പോൾ നല്ല രുചികരമായ മുട്ട ബിരിയാണി തയ്യാർ. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ചെയ്തിട്ടുള്ളവരായിരിക്കും, ചിലപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബിരിയാണി മാറി നിന്ന് പോവുക. ഈ ഒരു രീതിയിൽ നമ്മൾ ബിരിയാണി തയ്യാറാക്കി നോക്കിയാൽ എന്തായാലും ഇന്നത്തെ ഉച്ചക്കലത്തെ ലഞ്ച് സൂപ്പർ. കഴിച്ച മോനും ഹാപ്പി, ഹസ്ബൻഡും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പോൾ എന്താ, ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ബൈ.